ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസിന് മട്ടന്നൂർ മണ്ഡലം UDF എന്നാൽ അവിടെ കോൺഗ്രസിന് MLA ഉണ്ടാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതിൻ്റെ സൂചനയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. CPM കോട്ടകൾ തകർന്നായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. 1500 ആളുകളെ കൂടെ തന്നാൽ മട്ടന്നൂരിലും കോൺഗ്രസിന്റെ MLA ഉണ്ടാകും. അദ്ദേഹം വെറുതെ പറയുന്നതല്ല. 60,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 60,000 വോട്ടിന്റെ നമുക്ക് ആവശ്യപ്പെടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. 60,000 വോട്ടിന്റെ നമ്മളും ആവശ്യപ്പെടും അല്ലേ അബിൻ നമ്മളും പറയും ഒരു ചെറുപ്പക്കാരന് മട്ടന്നൂര് തന്നാൽ ജയിപ്പിച്ച് തരാമെന്നുള്ള ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു കൃത്യമായി ഈ യോഗത്തിന്റെ സ്പിരിറ്റിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നണി നേതൃത്വത്തോടും പാർട്ടി നേതൃത്വത്തോടും ആവശ്യപ്പെട്ടു. 60,000 വോട്ടിന് ജയിച്ച ഒരു അസംബ്ലിയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട സുധാകരേട്ടന് 3000 വോട്ടിന്റെ മാത്രം പിന്നിലെത്തുന്ന അസംബ്ലിയായി മാറിയിരിക്കുന്നത്. 3000 വോട്ടെന്ന് പറഞ്ഞാൽ 1501 വോട്ട് സ്വിംഗ് ഉണ്ടായാൽ മതി, അത്രേ വോട്ട്. മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും മട്ടന്നൂരിൽ വോട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മട്ടന്നൂരിൽ മാറ്റങ്ങളുണ്ടായി. CPM കള്ളവോട്ട് ചെയ്തു. അതിന് നിയോഗിച്ചവർ പോലും K. സുധാകരനാണ് വോട്ട് ചെയ്തതെന്നും രാഹുൽ പറഞ്ഞു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PK ജിതിൻ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ, വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ്, OJ ജനീഷ്, അനുതാജ്, മുഹമ്മദ് പാറയിൽ, BP അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.